എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? നിങ്ങളുടെ എല്ലാവരും പഠിപ്പൊക്കെ എത്രത്തോളമായി? എല്ലാവരും പഠനത്തിൽ ഉഷാറായില്ലേ? ഇപ്പം നടക്കുന്ന ഒട്ടുമിക്ക PSC പരീക്ഷകൾക്കും പ്രിലിമിനറി എക്സാമുകൾ നടത്താറുണ്ട് അല്ലേ? അപ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര ഡൗട്ടാണ്. അതായത് ഇപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ തുടക്കത്തിൽ പ്രിലിമിനറിക്ക് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതിയോ? അതോ മെയിൻ എക്സാമിന് കൂടിയിട്ടുള്ള സിലബസുകൾ അതിൻ്റെ ഒപ്പം നോക്കി പോകണോ എന്നൊക്കെ കുറച്ച് പേർക്കൊക്കെ ഡൗട്ടുണ്ട്. ഇങ്ങനെ ഒരു സംശയം അധികം തോന്നുന്നത് PSCയിൽ തുടക്കക്കാർക്കാണ് കേട്ടോ. അപ്പോൾ PSCയിലെ തുടക്കക്കാരോട് എനിക്ക് എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാനുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പ്രിലിമിനറി എക്സാം പാസ്സാവുക എന്നത് തന്നെയാണ്. കാരണം പ്രിലിമിനറി എക്സാം പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ഒരു മെയിൻ എക്സാം അറ്റൻഡ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ. PSCയുടെ ഫീൽഡിൽ ഇറങ്ങി പഠിച്ച് ഒരുവിധം സെറ്റായിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ എല്ലാവരും ഒരുവിധ ആൾക്കാരൊക്കെ പ്രിലിമിനറി പാസ്സായി പോവാറുണ്ട് കേട്ടോ. അവർ ഓൾറെഡി പഠിച്ച് സെറ്റായ കാരണം അവർക്കത് വലിയ ബുദ്ധിമുട്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പ്രിലിമിനറിയുടെ സിലബസിൻ്റെ ഒപ്പം തന്നെ 10th മെയിൻസിൻ്റെ ബാക്കി ഭാഗങ്ങളും കൂടി ഒപ്പം പഠിച്ചു പോകുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് മെയിൻ എക്സാമിനുള്ള ഒരു പ്രിപ്പറേഷൻ കൂടി അവിടെ നടക്കും. റിവിഷൻ ചെയ്യാനായിട്ട് ഒരുപാട് സമയവും കിട്ടും. ഇപ്പം ഞാൻ പറഞ്ഞത് 10th ലെവൽ എക്സാം ഫോക്കസ് ചെയ്ത് പഠിക്കുന്നവരോടാണ് കേട്ടോ. നിങ്ങൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി മാത്രമാണ് തയ്യാറെടുക്കുന്നതെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാണ്. കാരണം ഇപ്പോൾ നിങ്ങൾ പ്രിലിമിനറിക്കുള്ളത് മാത്രം നന്നായി ഫോക്കസ് ചെയ്ത് പഠിക്കുക. പ്രിലിമിനറി എക്സാമിന് ശേഷം നമുക്ക് LGSൻ്റെ സിലബസിൽ വളരെ കുറച്ച് മാത്രമേ പ്രിലിമിനറിയുടെ സിലബസിൻ്റെ കൂടെ ആഡ് ചെയ്യാനുള്ളൂ കേട്ടോ. അപ്പോൾ LGSകാർക്കാണെങ്കിൽ അത് കുറച്ചും കൂടി എളുപ്പമാവും. തുടക്കക്കാരെ കാര്യമാണ് ഞാൻ പറയുന്നത്. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇത് രണ്ടും ഒരേപോലെയാണ്. അവർക്ക് പ്രിലിമിനറി മെയിൻ എക്സാമും ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് അവർക്ക് പറ്റും. ഈ പറഞ്ഞ കമ്പനി ബോർഡ് LGS ആയിക്കോട്ടെ, ബിവറേജസ് LD ആയിക്കോട്ടെ, ഈ രണ്ടിനും പ്രിലിമിനറി ഇതിന് മുന്നേ നടത്തിയിട്ടുള്ളപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വന്നത് വളരെ ഉയർന്ന മാർക്കാണ് കേട്ടോ കട്ട് ഓഫ് വന്നത്. അപ്പോൾ നിങ്ങളോട് പ്രിലിമിനറി എക്സാമിനാണ് മുൻഗണന കൊടുക്കേണ്ടതെന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല. കഴിഞ്ഞ തവണ കമ്പനി ബോർഡ് LGSൻ്റെയും ബെവ്കോ LDയുടെ ഒക്കെ പ്രിലിമിനറി കഴിഞ്ഞപ്പോൾ പ്രിലിമിനറിയുടെ കട്ട് ഓഫ് മാർക്കിനെക്കാട്ടിലും 1 മാർക്ക് കുറഞ്ഞവരും 2 മാർക്ക് കുറഞ്ഞവരൊക്കെ മെയിൻ എക്സാം എഴുതാനുള്ള അവസരം നഷ്ടപ്പെട്ടിട്ട് വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരാരും പഠിക്കാത്തവരല്ല, ബുദ്ധിമുട്ടിയിട്ട് തന്നെ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിരുന്നവരാണ്. പക്ഷേ ആ ഒരു എക്സാം എഴുതുന്ന ആ സമയത്ത് എന്തെങ്കിലും വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരു 3 നെഗറ്റീവ് വന്നാലും ആ 1 മാർക്ക് അവർക്ക് കുറയില്ലേ? അപ്പോൾ അങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ പ്രിലിമിനറിയുടെ കട്ട് ഓഫ് കടക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യം നേരിട്ട് കണ്ടിട്ടുള്ളത് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത് പ്രിലിമിനറി എക്സാം പാസ്സാവുക എന്നത് തന്നെയാണ്. കാരണം നമ്മൾ മെയിൻ എക്സാം എഴുതണമെങ്കിൽ പ്രിലിമിനറി പാസ്സായിരിക്കണം. മെയിൻ എക്സാം എഴുതുന്ന ഒരവസരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിന് നമ്മൾ പ്രിലിമിനറിക്ക് തന്നെയാണ് മുൻഗണന കൊടുക്കേണ്ടത്. ഈ പ്രിലിമിനറി എന്ന് പറയണത് അത്ര വലിയ കീറാമുട്ടിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. PSCയിൽ ചോദിക്കുന്ന ഏറ്റവും ബേസ് കാര്യങ്ങളാണ് പ്രിലിമിനറിയിൽ ചോദിക്കുക. അല്ലെങ്കിലും അതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമ്മൾ എന്തായാലും ഒരു ബേസ് പഠിച്ചിട്ട് വേണം മെയിനായിട്ടുള്ള PSC പഠനത്തിലേക്ക് ഇറങ്ങാൻ തന്നെ. അപ്പോൾ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം സ്കൂൾ ടെക്സ്റ്റുകൾ മൊത്തം കവർ ചെയ്യണം. പിന്നെ PYQ ചെയ്യണം. പിന്നെ പ്രിലിമിനറിയുടെ സിലബസ് എടുത്തിട്ട് ബാക്കി PYQ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കിട്ടാത്ത ഭാഗങ്ങളുണ്ടല്ലോ, ആ ഭാഗങ്ങൾ മാത്രം നിങ്ങൾ ഏതെങ്കിലും റാങ്ക് ഫയലുകളോ അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകളോ ഒക്കെ നോക്കിയിട്ട് ആ ഭാഗം പഠിച്ചെടുത്താൽ മതി. 2021 ആദ്യമായിട്ട് പ്രിലിമിനറി നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ മാർക്ക് 71 മാർക്കാണ് കേട്ടോ. പക്ഷേ പിന്നീട് എൻ്റെ പ്രിലിമിനറി മാർക്കുകളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങി. ഇത് എൻ്റെ 2023 ഒരു പ്രിലിമിനറി എക്സാമിൻ്റെ മാർക്കാണ്. 95 പോയിൻറ്റ് സംതിങ് ആയിട്ടാണ് കേട്ടോ മാർക്ക് നിൽക്കുന്നത്. അപ്പോൾ ഇത്ര എത്തിക്കാനായിട്ട് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. എങ്കിലും ഇപ്പോൾ ഞാൻ ഏത് പ്രിലിമിനറി എഴുതിയാലും ഈ ഒരു ലെവലിലാണ് എനിക്ക് കിട്ടുന്നത്. ഇത് 2025 നടന്നൊരു പ്രിലിമിനറിയിലാണ്. അപ്പോൾ അതിലും എനിക്ക് 95 പോയിൻറ്റ് സംതിങ് മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതൊന്നും ഞാനൊരു കോച്ചിങ് ക്ലാസ്സിന് പോയിട്ട് പഠിച്ചെടുത്തതല്ല. നേരെ മറിച്ച് എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ
സഹായം ഉണ്ടായിരുന്നു. അതിൻ്റെ സോഴ്സസ് അല്ലെങ്കിൽ എവിടുന്ന് എന്തൊക്കെ പഠിക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൂട്ടുകാരായിരുന്നു. അതുപോലെ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കമ്പനി ബോർഡ് LGSനും 10th ലെവൽ എക്സാമിനും വേണ്ട SCERT ഭാഗങ്ങളൊക്കെ ഞാൻ യൂട്യൂബിലൂടെ ഒരു ക്ലാസ്സായിട്ട് നിങ്ങൾക്ക് എടുത്തു തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ഇടണേ. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാമെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടോ എന്ന് ഞാൻ ആദ്യം ചോദിക്കുന്നത്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആ എഫേർട്ട് എടുക്കുന്നതിൽ ഒരു സംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് താല്പര്യമുള്ളവർ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ പറഞ്ഞത്. കുറച്ച് പേരെങ്കിലും നമുക്ക് മുന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അടുത്ത ആഴ്ച തന്നെ നമുക്ക് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക.